നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ കുറച്ച് ടീംസ് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങ് കേന്ദ്രത്തിൽ ഇരിപ്പുണ്ട്. കേരളത്തെ റെപ്രസെൻറ്റീവ് ചെയ്ത് പല കാര്യങ്ങളും പറയാനെന്നോണം ചില ടീംസ് അവിടെ ഇരിപ്പുണ്ട്. അതിൽ കുറച്ചംഗങ്ങൾ കഴിഞ്ഞ ദിവസം സ്വാമിയെ അയ്യപ്പോയ്ക്ക് പകരം സ്വർണം കട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് സഭയ്ക്ക് മുന്നിലിരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. മറ്റു കുറച്ച് ടീംസ് ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് വന്ന ആരെങ്കിലും ഒക്കെ എഴുതിക്കൊടുത്ത ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് വന്ന സ്പീച്ച് എടുത്ത് അങ്ങ് അച്ചാറും പുച്ചാറും കാച്ചു. എന്നാൽ നേരെ വായിക്കോ? അതുമില്ല. കേരളത്തെ നാണം കെടുത്താനായിട്ട് ഇന്ന് എന്താണോ കേരളം ചിന്തിക്കുന്നത് അതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ 2 വാചകവും കസർത്തുമായി അവർ വരും. പക്ഷെ പിടിച്ചാൽ പിന്നെ അങ്ങ് കിട്ടില്ല. കാരണം എന്താ, എഴുതി വെച്ച ഇംഗ്ലീഷ് നേരെ പറയാൻ അങ്ങോട്ട് സ്കില്ല് പറ്റുന്നില്ലേ? കാരണം ഇവർക്ക് ഈ തൊണ്ട തൊടാതെ ഘോരഘോരം പ്രസംഗിച്ചുള്ള ശീലമല്ലേ ഉള്ളൂ. എന്നാലും സഹിക്കാൻ വയ്യാതെ ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നെ ആശാനങ്ങ് മലയാളത്തിൽ അങ്ങ് കാച്ചി. പറഞ്ഞു വരുന്നത് എ റഹീമിന്റെ ലോകസഭയിലെ പ്രസംഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തെക്കുറിച്ച് ആർക്കും അറിയാത്ത ചില നഗ്ന സത്യങ്ങളാണ് ആ സഭയിൽ വിളിച്ചു പറഞ്ഞത്. ഏതെന്നൊക്കെയല്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ 100% ലിറ്ററസിയെ, ഈ ലിറ്ററസി കാരണം അങ്ങ് തലയിൽ കയറിയിട്ട് സ്വന്തം അച്ഛനെയാണോ അമ്മയെയാണോ സഹോദരിയാണോ ഭാര്യയാണോ മക്കളെയാണോ ആരെയാണ് ഇവന്മാര് കൊല്ലുന്നതെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് എന്നൊക്കെ മാറ്റി വെച്ചിട്ട് 100% ലിറ്ററസി സാർ, കേരള സാർ എന്ന് അവിടെ സഭയിലും പോയി പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്തതേതാ? അതിദാരിദ്ര്യമുക്തം. അതായത് ദരിദ്രർ ഉണ്ടാകും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടില്ല, പക്ഷെ അതിദാരിദ്രർ അത് നമ്മുടെ നാട്ടിലേ ഇല്ല എന്ന് പറയുകയാണ് അദ്ദേഹം. അടുത്തത് മറ്റൊന്ന്, ഇന്റർനെറ്റ് നമ്മുടെ അടിസ്ഥാന സൗകര്യമാണ് എന്ന് ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയുകയാണ്. പിന്നെ മറ്റൊന്ന്, സത്യത്തിൽ ഈ സഭയിലിരിക്കുന്ന സ്പീക്കർക്ക് ഇയാളത് എന്തുവാടാ ഈ പറയുന്നത് എന്നൊരു മട്ടിലാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിചാരിക്കുകയാണ് ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് എന്താ ഈ പറയുന്നത് എന്ന് മനസ്സിലാവും. ലാസ്റ്റ് അദ്ദേഹം ഗതികെട്ട് അദ്ദേഹം പറഞ്ഞു, മതി ഇറങ്ങിപ്പോ എന്നാ ഇതൊട്ട് നിർത്തുന്നുണ്ടോ? അതും ഇല്ല, മലയാളത്തിൽ അങ്ങ് വെച്ച് കാച്ചാൻ തുടങ്ങി. പിന്നെ ഇവരെയൊക്കെ അറിയാലോ, മൈക്ക് കണ്ടാൽ പിന്നെ വെറുതെ വിടില്ല. സഖാക്കന്മാർ അങ്ങോട്ട് ചരിത്രം മുതൽ പിന്നെ ഇങ്ങോട്ടൊന്ന് തുടങ്ങും, അങ്ങോട്ട് അടിച്ചു വെച്ച കള്ളക്കഥകൾ അങ്ങ് മെനയാനായിട്ട്. എൻ്റെ പൊന്ന് റഹീം സാറേ, താങ്കൾക്ക് എന്തെങ്കിലും കേരളത്തിലെ കുറിച്ച് 2 വാക്ക് പറയണമെങ്കിൽ വ്യക്തമായി പഠിച്ച് പറഞ്ഞൂടെ? കഴിഞ്ഞ ദിവസം ഷാഫി ആ സഭയിൽ പോയി കിടന്ന് കൃത്യം ആ ഒരു കിടുക്കാച്ചി പ്രസംഗം കാഴ്ചവെച്ച് താങ്കൾ കണ്ടില്ലേ? പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കൂടി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? എന്തിനേറെ പറയുന്നു, സ്പീക്കർ വരെ അനുമോദിച്ചു. എന്നാൽ പിന്നെ എനിക്ക് രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ അങ്ങോട്ട് കാച്ചണം എന്ന് പറഞ്ഞ് പോയ ടീമാ. അല്ല, ഷാഫി പറമ്പിന്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ഷാഫി അതൊന്ന് നോക്കി വായിക്കുകയല്ല ചെയ്തത്. അത് എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളായിരുന്നു. വിത്ത് ആ പേപ്പറിൽ എല്ലാം ഉണ്ടായിരുന്നത് തെളിവ് സഹിതമുള്ള കൃത്യമായ കണക്കുകളായിരുന്നു. അല്ലാതെ എഴുതി പഠിപ്പിച്ച ഡിസ്ക്രിമിനേഷൻ, ക്രെഡിബിലിറ്റി, നാഷണൽ ഹൈവേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കടിച്ചാപ്പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളൊന്നുമല്ല. എന്നാൽ കോട്ടിട്ടാൽ പോലും കുളിരുന്ന വിധത്തിലാണ് പല വാക്കുകളും അദ്ദേഹം ഉച്ചരിക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നത്. ശരി, കണ്ടില്ല എന്നുണ്ടെങ്കിൽ 100% ലിറ്ററസിയിൽ ഇംഗ്ലീഷ് വന്നില്ലേ സാറേ എന്ന് കൂടി ചിലർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം സഭയിൽ പറഞ്ഞ ആ വാക്കുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. മറ്റൊന്നുമില്ല, പതിവ് പോലെ തന്നെ ഇതും തേഞ്ഞൊട്ടി. The Council of State, sir, I am representing the state of Kerala. We have achieved 100% of literacy, a low infant mortality rate, the highest life expectancy, and we are the first state in India to eradicate the extreme poverty. Sir, Kerala is also the first digital state in India and the first state to declare the internet as a basic right. Sir, that is why Rajdeep Sardesai, who is a veteran journalist, eminent journalist, once said, what Kerala thinks today, India thinks tomorrow. Sir, but in this Council of States, Rajya Sabha, we are forced to expose the political vendetta and the discrimination against Kerala by the union government. Sir, the state of Kerala experienced the worst landslide. What has the union government done? This amount has also been, I am going to conclude, sir, included in Kerala's borrowing limit. Sir, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? സർ, 2 പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന് ശേഷം രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് എന്ന സർ ഗോയിങ് ടു കൺക്ലൂഡ് ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് BJP നേതാക്കൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ
യഥേഷ്ടം ഞങ്ങൾ ഉറപ്പ് പറഞ്ഞ വെൽഫെയർ മെക്കാനിസം അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ, ഡെവലപ്മെന്റ് അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ജനപ്രീതി കഴിയുമെന്നും BJPക്ക് ഒരിക്കലും അവിടേക്ക് കയറി വരാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ ബോധപൂർവമായി ഒരു പൊളിറ്റിക്കൽ പാക്കേജായി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് കാര്യം, കോൺഗ്രസിന്റെ എംപിമാർ അതിനെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. അവർ ഒരുമിച്ച് നിന്ന് കേരളം മുടിഞ്ഞു പോകട്ടെ, തകർന്നു പോകട്ടെ എന്ന് കരുതുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പ് പറയുന്നു.